Hi friends, എല്ലാ കൂട്ടുകാർക്കും ടിപ്സ് ഓഫ് ഹാപ്പി ലൈഫിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ആനിയേജൻ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വെയിറ്റ് ലോസിനുള്ള ഒരു ഹെർബൽ ഡ്രിങ്ക് ആണ് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ വെയിറ്റ് കുറയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്കെല്ലാം വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ വയറ് കുറയ്ക്കാനായിട്ടൊക്കെ തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഡ്രിങ്ക് ആണ് ഇന്നത്തേത്. അപ്പോൾ ഇത് വെയിറ്റ് ലോസിന് മാത്രമല്ല നമ്മുടെ ശരീരത്തിലുള്ള ബാഡ് കൊളസ്ട്രോൾ, ചീത്ത കൊളസ്ട്രോൾ അകറ്റാനായിട്ടും വളരെ നല്ലൊരു ഡ്രിങ്ക് ആണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ലെവലൊക്കെ കൺട്രോൾ ചെയ്ത് കൊണ്ടുവരാനായിട്ടൊക്കെ ആഗ്രഹിക്കുന്നവർക്കും ഈ ഒരു ഡ്രിങ്ക് ഉപയോഗിക്കുന്നതിലൂടെ തീർച്ചയായിട്ടും സാധിക്കും. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയണ്ട, നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നോട്ടിഫിക്കേഷൻ ആയിട്ട് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഓളെന്നുകൂടി സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ജീരകമാണ്. ഇതിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. ആൻറ്റി ഓക്സിഡൻസുകളുടെ കലവറ തന്നെയാണ് നമ്മുടെ ഈ ജീരകം. നമ്മുടെ ആരോഗ്യം മെച്ചപ്പെടാനായിട്ട്, രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനായിട്ട് ഒക്കെ നമുക്ക് ഈ ഒരു അവസരത്തിൽ കഴിക്കാൻ പറ്റുന്ന ഒന്നാണ് ഈ ജീരകം ഇട്ട് ഈ രീതിയിൽ വെള്ളം തിളപ്പിച്ച് കുടിക്കുക എന്നുള്ളത്. നമ്മുടെ ശരീരത്തിൽ ദഹനം കറക്റ്റായിട്ട് നടക്കാനായിട്ട് ജീരക വെള്ളം കുടിക്കുന്നതിലൂടെ സാധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ തടി കുറയ്ക്കാൻ സഹായിക്കുന്നത് മാത്രമല്ല, നമ്മുടെ ശരീരത്തിലെ ചീത്ത കൊളസ്ട്രോളിനെ കുറയ്ക്കുകയും നല്ല കൊളസ്ട്രോളിനെ കൂട്ടാനും സഹായിക്കുന്നുണ്ട്. ജീരകത്തിൽ കാൽസ്യം, കൊഴുപ്പ്, ഇരുമ്പ്, മാംസ്യം എന്നിവ അടങ്ങിയിട്ടുണ്ട്. നമുക്കിപ്പോൾ വേണ്ടത് 1/2 ടീസ്പൂൺ ജീരകമാണ്. ഈ ഒരു ഡ്രിങ്ക് എത്ര നാൾ ഉപയോഗിക്കാം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചെല്ലാം ഈ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് വേണം നിങ്ങൾ ഉപയോഗിക്കാനൊക്കെ തുടങ്ങാനായിട്ട്. അപ്പോൾ നമ്മളിവിടെ 1.5 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മുടെ ജീരകം എടുത്ത് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്കിത് അടപ്പത്ത് വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ജീരകത്തിൻ്റെ സത്ത് നന്നായിട്ട് ആ വെള്ളത്തിലേക്ക് ഇളകാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. ഒരു 5 മിനിറ്റ് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. നമ്മൾ 1.5 ഗ്ലാസ് വെള്ളം വെച്ചത് അതൊരു ഗ്ലാസ്സായിട്ട് വറ്റി വരണം. അത്രയും ടൈം നമ്മൾ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ തീ ഓഫ് ചെയ്ത് അതൊന്ന് നോർമൽ ടെമ്പറേച്ചറിലേക്ക് ആവാനായിട്ട് വെക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമുക്കിനി ഇത് സെർവിങ് ഗ്ലാസ്സിലേക്ക് പകർത്താം. പിന്നെ നമുക്ക് അടുത്തായിട്ട് വേണ്ടത് നാരങ്ങ നീരാണ്. 1 ടീസ്പൂൺ നാരങ്ങ നീര് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ മെറ്റബോളിസം ബൂസ്റ്റ് ചെയ്യാനായിട്ടും അതുപോലെ തന്നെ വെയിറ്റ് ലോസിനും ഒക്കെ സഹായിക്കുന്നതാണ് കേട്ടോ. പിന്നെ അടുത്തായിട്ട് 1 ടീസ്പൂൺ തേൻ കൂടി ചേർക്കുന്നുണ്ട്. ഇത് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് ഇത് യോജിപ്പിക്കുക. നമുക്ക് ഈ രീതിയിൽ തയ്യാറാക്കിയ ഡ്രിങ്ക് നമുക്ക് 1 ഗ്ലാസ് ഒരു ദിവസം ഉപയോഗിക്കാവുന്നതാണ്. ചിലർക്ക് ജീരകം ഒരു പുളിച്ചു തേട്ടൽ പോലുള്ള എക്സ്പീരിയൻസ് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ പ്രോബ്ലം ഉള്ള ഒരു ബുദ്ധിമുട്ടുള്ള ആൾക്കാരും ജീരകം കഴിക്കുന്നത് ഒഴിവാക്കണം. നമ്മൾ ഏത് വെയിറ്റ് ലോസ് ഡ്രിങ്ക് ഉപയോഗിക്കുകയാണെങ്കിലും ഒരു 2-3 മാസത്തിൽ കൂടുതൽ ഒരു കാരണവശാലും ഉപയോഗിക്കരുത്. അതിനുശേഷം സ്റ്റോപ്പ് ചെയ്യുക. പിന്നീട് ഒരു ബ്രേക്ക് എടുത്തതിന് ശേഷം മാത്രം വീണ്ടും തുടർന്ന് ഉപയോഗിക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ വീണ്ടും ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു വെയിറ്റ് ലോസ് ഡ്രിങ്ക് യൂസ് ചെയ്യാവുന്നതാണ്. വെയിറ്റ് ലോസിന് വേണ്ടി ചെയ്യുമ്പോൾ ഒരു 25 വയസ്സിന് മുകളിലോട്ടുള്ളവർ മാത്രം വെയിറ്റ് ലോസിനായിട്ട് ജീരകവെള്ളം കുടിക്കാവുള്ളൂ. ചെറിയ കുട്ടികളൊന്നും അങ്ങനെ കഴിക്കേണ്ട ആവശ്യമില്ല. അവർ നോർമലി എക്സസൈസും കാര്യങ്ങളും ഫുഡ് കൺട്രോളും മാത്രം ചെയ്താൽ മതി. രാവിലെ എക്സസൈസൊക്കെ ചെയ്യുന്നവർ വ്യായാമം ചെയ്തതിന് ശേഷം ജീരകവെള്ളം കുടിക്കുന്നത് അരക്കെട്ടിലെ കൊഴുപ്പ് നീങ്ങാനായിട്ട് സഹായിക്കും. ദഹന പ്രക്രിയ എളുപ്പത്തിലാകാനും അതുപോലെ തന്നെ കോൺസ്റ്റിപ്പേഷനും അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള മറ്റു പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനും ഇത് വളരെ ഹെൽപ്പ് ചെയ്യും. വെയിറ്റ് ലോസിനൊന്നും അല്ലെങ്കിലും ഇടയ്ക്ക് നമ്മൾ ജീരകവെള്ളമൊക്കെ കുടിക്കുന്നത് നമ്മുടെ ഓർമ്മ വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കും. തലച്ചോറിൻ്റെ പ്രവർത്തനത്തെ ഉദ്ദീപിപ്പിക്കാനുള്ള കഴിവ് ജീരകത്തിനുണ്ട്. അതേപോലെ തന്നെ ഗർഭാശയ ശുദ്ധിക്കും ജീരകം വളരെ നല്ലതാണ്. നമ്മുടെ രക്തം പല രീതിയിൽ മലിനമാകാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ബ്ലഡ് പ്യൂരിഫയർ ആയിട്ട് നമുക്ക് ജീരകം ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഇതൊന്ന് ഷെയർ ചെയ്യുക. കാരണം ഇത് വെയിറ്റ് കുറയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്, ഓവർ വെയിറ്റ് ആയിട്ടുള്ള ആൾക്കാരല്ലേ. അവർക്കെല്ലാം ഇത് ഉപകാരപ്രദമായിട്ടുള്ളൊരു അറിവായിരിക്കും. വളരെ ചിലവ് കുറവും കൂടിയാണല്ലോ. അപ്പോൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ, നിങ്ങൾ ചെയ്തിട്ട് സക്സസ് ആയിട്ടുള്ള ടിപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ മറ്റൊരു അറിവുമായിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.